ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരു പൊറോട്ട തയ്യാറാക്കാം. ഒരു കപ്പ് ചോറ് നല്ലപോലെ വെള്ളമൊഴിച്ച് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിലാണ് നമ്മൾ മൈദ കുഴക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് അരച്ച് വെച്ച ചോറ് നല്ലപോലെ ഒഴിച്ച് കുഴച്ചെടുക്കാം. അല്പം എണ്ണ തടവി കൊടുക്കാം. കുറച്ചും കൂടെ എണ്ണയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇനി അതെല്ലാം നമുക്ക് ബോളാക്കി വെച്ച് പരത്തി വയ്ക്കാം. പരത്തി വെക്കുമ്പോൾ ഓരോന്നിലും എണ്ണ ഒഴിക്കണം. ഇനി നമുക്ക് വീശി അടിച്ച് ചുരുട്ടിയെടുക്കാം. ഞാൻ ചോറ് അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ തടവി പൊറോട്ട ചുട്ടെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലപോലെ പൊറോട്ട അടിച്ചെടുക്കാം. പൊറോട്ടയ്ക്ക് നല്ല ലെയറെല്ലാം വന്ന് സോഫ്റ്റായ പൊറോട്ട കിട്ടും. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് കൂട്ടാനുള്ള എഗ്ഗ് കുറുമ തയ്യാറാക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, പട്ട എന്നിവ ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വലിയുള്ളി കട്ട് ചെയ്തതിടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചേർക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും 4 പച്ചമുളകും ഇടുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അരമുറി തേങ്ങയിലേക്ക് ഒരു 10 ബദാമാണ് ഞാൻ ചേർത്തത്. അത് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കണം. മുട്ട പുഴുങ്ങിയത് നമുക്ക് വറ്റിയ കറിയിലേക്ക് ഇടാം. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ഒഴിക്കുക. ബദാമോ അണ്ടിപ്പരിപ്പോ ചേർക്കാം. രണ്ടും ഒരുപോലത്തെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. ഇതുപോലെയൊന്നും മുട്ടക്കറി എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അര സ്പൂൺ കുരുമുളക് പൊടിൻ്റെ കൂടെ ആവശ്യമുണ്ടായിരുന്നു.
ഒരു നുള്ള് ഏലക്കായ്പ്പൊടിയാണ് ചേർത്തത്. കറി നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മിൽമ നെയ്യ് ചേർക്കുക. കറിവേപ്പിലയും ഇടുക. വളരെ ടേസ്റ്റിയായ പൊറാട്ടയും എഗ്ഗ് കുറുമയും തയ്യാർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.